11-ാം നൂറ്റാണ്ടിലെ ശക്തനായ ഒരു ആംഗ്ലോ സാക്സൺ പ്രഭുവാണ് ലിയോഫ്രിക്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഗോഡിവ. തന്റെ പ്രജകളെ തളർത്തിയിരുന്ന നികുതി ഭാരത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ നഗ്നയായി കുതിരപ്പുറത്ത് കവൻട്രിയിലെ തിരുവീതികളിലൂടെ നടന്നവൾ. ഗോഡിഫു അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനം എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ലോകം ആ സ്ത്രീയെ അനുസ്മരിക്കുന്നത് ഒരിക്കലും ചെയ്തിരിക്കാൻ സാധ്യതയില്ലാത്ത ഈ ഒരു കുതിരസവാരിയുടെ പേരിലാണ്. കവൻട്രിയിലെ സാധാരണക്കാരായ ജനങ്ങൾ ലിയോഫ്രിക് അവരുടെ മേൽ ചുമത്തിയിരുന്ന അമിത നികുതി ഭാരത്താൽ തളർന്നു കഴിയുകയായിരുന്നു. പലകുറി ഈ അമിത നികുതി ഭാരത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് കവൻട്രിക്കാർ ലിയോഫ്രിക്കിനോട് അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും കൂട്ടാക്കാൻ തയ്യാറായില്ല. കരുണയാചിച്ച് ലിയോഫ്രിക്കിന്റെ മുൻപിലെത്തിയ ജനങ്ങൾക്ക് പകരം ലഭിച്ചത് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസായിരുന്നു. ഇതോടുകൂടി ആളുകൾ വളരെയധികം പരിഭ്രാന്തരായിത്തീർന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രജകളുടെ രക്ഷയ്ക്കായി ലിയോഫ്രിക്കിന്റെ ഭാര്യ രംഗത്തെത്തുന്നത്. ഗോഡിവു അഥവാ ദൈവത്തിന്റെ ദാനം എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവർ അഗാധമായ ഈശ്വരഭക്തിയുള്ളവരായിരുന്നു. കവൻട്രിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ അത്യധികം മനസ്സലിവ് തോന്നിയ അവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു ശുപാർശയുമായി ഭർത്താവിനെ സമീപിച്ചു. മുമ്പ് പല സന്ദർഭങ്ങളിലായി അവർ ഇതുമാതിരി പ്രഭുവിനെ സമീപിച്ച് കാര്യങ്ങൾ ഉണർത്തിച്ചിരുന്നു. ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നികുതി ഭാരം റദ്ദാക്കി കൊടുക്കണമെന്ന് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഭാര്യയുടെ കൂടെയുള്ള അനാവശ്യമായ ഇത്തരം ഇടപെടലുകളിൽ കുപിതനായ പ്രഭു നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള അവളുടെ കൂടെയുള്ള ഈ അപേക്ഷകൾക്ക് ഒരു അവസാനം കാണണമെന്ന് പ്രഭു വിചാരിച്ചു. അതിനാൽ തന്നെ തന്റെ ഭാര്യയ്ക്ക് മുൻപിൽ അദ്ദേഹം വെച്ചത് വളരെ വിചിത്രമായ ഒരു ആവശ്യമായിരുന്നു. ആളുകൾ കൂടുന്ന സമയത്ത് പട്ടണത്തിലെ ചന്ത സ്ഥലത്തുകൂടി ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നീ നിന്റെ കുതിരപ്പുറത്ത് നഗ്നയായി സഞ്ചരിക്കണം. ഇപ്രകാരം കുതിരസവാരി നടത്തി തിരിച്ചു വന്നാൽ ഗോഡ്ഗിഫുവിന് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പ്രഭു വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കവൻട്രിയിലെ ജനങ്ങളെ അമിത നികുതി ഭാരത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നതായിരുന്നു ആ വാഗ്ദാനം. തന്റെ ഈ വെല്ലുവിളി കേട്ട് ഭയപ്പെട്ട് ഭാര്യ പിന്മാറിക്കൊള്ളുമെന്നായിരുന്നു ലിയോഫ്രിക് കരുതിയത്. മറിച്ച് അദ്ദേഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ പൂർണ്ണ വിവസ്ത്രയായി ഗോഡ്ഗിഫു അവളുടെ കൂന്തൽ കൊണ്ട് അവളുടെ നഗ്നത മറിച്ച് കുതിരപ്പുറത്തേറി വ്യാപാര കേന്ദ്രത്തിലൂടെ സഞ്ചരിച്ചു. ലിയോഫ്രിക്കിന് ഒരു വിധത്തിലും തന്റെ വാഗ്ദാനത്തിൽ നിന്ന് പിന്തിരിയാൻ ആയില്ല. അവളുടെ ആവശ്യപ്രകാരം അദ്ദേഹം അപ്പോൾ തന്നെ നികുതികൾ പിൻവലിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഈശ്വരഭക്തിയായ ലേഡി ഗോഡിവയുടെ നഗ്നശരീരം മറയ്ക്കപ്പെട്ടത് അവളുടെ സമൃദ്ധമായ കാർക്കൂന്തൽ കൊണ്ടായിരുന്നില്ല, മറിച്ച് ദൈവം ആ സന്ദർഭത്തിൽ അവൾക്ക് നൽകിയ അദൃശ്യമായ വസ്ത്രം കൊണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്.